ഇനി ഒരു കാര്യം താങ്കൾ എഴുതി വെച്ചോളൂ, 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. 100% രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്നും പോകില്ല. അവിടെ പോയാൽ ഇനി തോക്കും. കഴിഞ്ഞ പ്രാവശ്യം ഈ BJP-യിലെ ഈ പ്രശ്നം എന്തോ വേറെ എങ്ങോട്ടും പ്രിയങ്ക വിട്ടുകൊടുക്കില്ല വയനാട്. വേറെ എങ്ങോട്ട് പോകും? വടകര വരും. വടകരയിലായിരിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്നത് 2029. താങ്കൾ വീണ്ടും കേരളത്തിന്റെ വിധി അല്ലെ? വീണ്ടും കേരളത്തിന്റെ വിധിയായി. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ള നമ്മുടെ സ്ഥിരം അതിഥിയാണ് കാനഡയിൽ നിന്ന് വിനോദ് നായർ. ഈ കേരളത്തിൽ വന്ന് BJP മത്സരിക്കുന്നിടത്തോളം വടക്കേ ഇന്ത്യയിൽ ക്ഷമിക്കണം, കേരളത്തിൽ വന്ന് ഈ ഗാന്ധി കുടുംബം മത്സരിക്കുന്നിടത്തോളം വടക്കേ ഇന്ത്യയിൽ അവിടെ ക്ലീൻ ആയിട്ട് മാറി. ഇപ്പൊ തന്നെ വയനാട്ടിൽ ജനതയ്ക്ക് ചുരൽമല, എന്റെ സുഹൃത്ത് ഞങ്ങളുടെ ചർച്ചയ്ക്ക് വന്നിരുന്നു. ചുരൽമല ഷാജിമോൻ ചുരൽമല എന്ന് പറഞ്ഞിട്ട് ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ ഒക്കെ BJP സംസ്ഥാന കൗൺസിൽ അംഗമൊക്കെയാണ്. പുള്ളി പറഞ്ഞു, പുള്ളി ഇടയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ പോയപ്പോ അവര് ഇത് പപ്പുക്കാലോ കളിയാക്കുകയാണ് അവര്. ഇപ്പൊ പറഞ്ഞ പ്രിയങ്കാലോ അങ്ങനെ അവർക്ക് പരിഹാസമായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെ കോൺഗ്രസിന്റെ ദൂരക്കാഴ്ച ഇല്ലായ്മയാണെന്നേ. ഈ രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ വയനാട്ടിൽ വന്ന് മത്സരിച്ചതിന് പകരം ഈ കേരളത്തിൽ എവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ അങ്ങേര് ജയിക്കില്ലേ? അല്ലേ? രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷമൊക്കെ കുറവാണെങ്കിൽ രാഹുൽ ഗാന്ധി ജയിക്കും. പോട്ടെ, ഇനിയിപ്പോ തിരുവനന്തപുരത്തൊന്നും വന്ന് മത്സരിക്കണമെന്നോ? തിരുവനന്തപുരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇനിയിപ്പോ രാഹുൽ ഗാന്ധി തോറ്റു പോയി കഴിഞ്ഞാൽ നാണക്കെടാം. ഇടുക്കി മത്സരിക്കാം, അല്ലെ? മൂവാറ്റുപുഴ മത്സരിക്കാം, എറണാകുളത്ത് മത്സരിക്കാം. ഹൈബീഡിന് വരെ എറണാകുളത്ത് മത്സരിച്ച രാഹുൽ ഗാന്ധി പുഷ്പം പോലെ ജയിച്ചു പോകും, ഇല്ലേ? അവിടെ ലീഗുകാർ കുറവാണ്. ലീഗ് പച്ചക്കൊടി ഇല്ല, അവിടെ പച്ചക്കൊടി ഇല്ല. അതാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് ജയിക്കുകയല്ല. മുസ്ലിം ലീഗ് ഈ തന്ത്രം ആരുടെ ആയിരുന്നു? വയനാട്ടിൽ കൊണ്ടുവന്ന മുസ്ലിം ലീഗാണ്. അവര് തന്നെയാണ് മറ്റേ സിദ്ദിഖിനെ പറഞ്ഞ് മനസ്സിലാക്കി സിദ്ദിഖിനെ കൊണ്ട് രാജിവെപ്പിച്ച് അവിടെ മത്സരിപ്പിച്ചത്. അത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് ഈ രാഹുൽ ഗാന്ധിയുടെ തല അവരുടെ കക്ഷത്തിൽ ഇരിക്കണം. അതിനുള്ള ഒരു തന്ത്രമായിരുന്നു ഇവിടെ കൊണ്ടുവന്ന മത്സരം. പ്രിയങ്കയും അതുകൊണ്ടല്ലേ VD സതീശൻ മുഖ്യമന്ത്രിയാണ് അവരൊരു ബാർഗെയിൻ നടത്തി അത് വിജയിപ്പിച്ചത്. ഇതെല്ലാം ലീഗിന്റെ തന്ത്രങ്ങളാണ്. അതിന് രാഹുൽ ഗാന്ധി ഈ പൊട്ടന്മാര് പോയി വെറുതെ വീണു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ വടകര വരാൻ പോകുന്നു, ലീഗിന്റെ തന്ത്രമാണ് അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ പോകുന്നത്. അത് കൃത്യമായിട്ട്. അപ്പൊ അതോടുകൂടി കോൺഗ്രസ് അല്ലെങ്കിൽ തന്നെ ഒരു മുസ്ലിം പാർട്ടിയായി മാറിക്കഴിഞ്ഞു. അസ്സാമിൽ എത്ര പേര് ജയിച്ചു? 19 MLA കിട്ടി ആകെ. അതിൽ 18 മുസ്ലിമാണ്. കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കും. മുസ്ലിമുകൾ മാത്രം വോട്ട്, അതും എല്ലായിടത്തും ഇല്ല. ഉത്തർപ്രദേശിലെ ബംഗാളിലൊന്നും മുസ്ലിമുകൾ കോൺഗ്രസിന് തിരിഞ്ഞു പോലും നോക്കില്ല. കാരണം ഇവരുടെ തട്ടിപ്പ് ഒരു കാലകാലങ്ങളായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിനെ വെച്ചിട്ട് കേരളം ഇനി ഈ കോൺഗ്രസിന് ഒരു 10 വർഷത്തിനുള്ളിൽ കേരള കോൺഗ്രസ് ആയിട്ട് മാറും. കേരളത്തിൽ മാത്രമേ സാധനം ഉണ്ടാവുള്ളൂ, വേറെ ഒരിടത്തും ഉണ്ടാവില്ല. അതാണിപ്പോ രാഹുൽ ഗാന്ധിയുടെ എന്തോ നമ്മുടെ CPM-ന്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ? അതെ, കേരളത്തിലുള്ള അഖിലേന്ത്യാ പാർട്ടിയായിട്ട് ഈ സംഗതി അങ്ങ് മാറും. ഇതിനെല്ലാം കാരണം ഇവരുടെ ദൂരക്കാഴ്ച ഇല്ലായ്മയും മുസ്ലിമുകളെ പ്രീണിപ്പിച്ചു കഴിഞ്ഞാൽ അധികാരത്തിൽ കാലാകാലം തുടരാമെന്നുള്ള ആ തെറ്റിദ്ധാരണ അവരിപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ മെയിൻ വോട്ട് ബാങ്ക് ആരായിരുന്നു? മുസ്ലിമുകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതല്ല, ബാക്കിയുള്ളവരെ എല്ലാം യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു നയം പണ്ട് കാലത്ത് കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ വിട്ടിട്ട് എല്ലാവരെയും വെറുപ്പിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന പോലെ ഹിന്ദുവിന്റെ തലമണ്ടക്കിട്ട് എറിയുക, ബോള് മുസ്ലിമിന്റെ പെട്ടിക്കകത്ത് വീഴ്ത്തുക. ഇതാണ് ഇപ്പൊ ഇവർ ചെയ്യുന്നത്. ഈ ബോർഡിൽ എറിഞ്ഞിട്ട് ഈ ബാസ്കറ്റിൽ വീഴ്ത്തുന്നത് പോലെ അതാണ് ചെയ്യുന്നത്. ഇനി മുന്നോട്ട് പോകില്ല. കാരണം കോൺഗ്രസിനെ ഇനിയിപ്പോൾ വേറെ ആർക്കും വേണ്ട, മുസ്ലിമുകൾക്ക് മാത്രം മതി. അതുകൊണ്ട് ഇതൊരു മുസ്ലിം പാർട്ടിയായിട്ട് കേരളത്തിൽ ഒതുങ്ങി കേരള കോൺഗ്രസ് ആയിട്ട് മാറും. അവസാനം മറ്റേ ഈ പാർട്ടിയുടെ പേരുണ്ടല്ലോ കേരള കോൺഗ്രസ് എന്നുള്ള, അതിനു വേണ്ടി മറ്റേ ജോസ് കെ മാണി ആയിട്ട് ഇനി കോടതിയിൽ കേസ് കൊണ്ടുവരും രാഹുൽ ഗാന്ധി. ഞങ്ങൾക്ക് വേണം കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു. കൈപ്പത്തിയൊക്കെ ഇവർ മുറിച്ചുകൊണ്ട് പോകും. കൈപ്പത്തിയിൽ ഇനി ഒരു വല്ല ചന്ദ്രക്കലയോ അല്ലെങ്കിൽ നക്ഷത്രമോ എന്തെങ്കിലുമൊക്കെ പിടിച്ചൊരു കോൺഗ്രസ്സുകാർ നിൽക്കണം. അത്രമാത്രം ഗതികെട്ട സ്ഥിതിയിലേക്ക് കോൺഗ്രസ് പോയി തുടങ്ങിയിരിക്കുക. അതിനകത്ത് ബുദ്ധിയുള്ള ആളുകളൊക്കെ ഉണ്ട്, അതിനകത്ത് ബോധമുള്ള ആളുകളൊക്കെ ഉണ്ട്. കോൺഗ്രസിനെ രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകണം എന്ന് അറിയാവുന്നവർ. പക്ഷെ അവരൊന്നും ഉയർന്നു വരില്ല. കാരണം എന്താ? ഇത് രാജകുമാരന്റെ പാർട്ടിയാണ്. മൂപ്പിലിരിക്കുന്നിടത്തോളം കാലം വേറെ ആർക്കും, ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ഏതോ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ പണ്ട് കളക്ടറായിരുന്നു, IPS രാജിവെച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നല്ലോ, മലയാളി, അവന്റെ പേര് ഞാൻ മറന്നുപോയി. ഇല്ലേ? മറ്റേ നമ്മുടെ വന്നു കഴിഞ്ഞപ്പോ കണ്ണൻ ഗോപിനാഥ്. വന്നു കഴിഞ്ഞപ്പോ പ്രതിഷേധിച്ച് രാജിവെച്ചത് അല്ലേ? കണ്ണൻ ഗോപിനാഥൻ പോയി കോൺഗ്രസ് പോയി ചേർന്നു. അതിനുശേഷം കണ്ണൻ ഗോപിനാഥൻ ജീവനോടെ ഉണ്ടോ അതോ കാശിക്ക് പോയോ അറിയോ? ഇതാണ് കോൺഗ്രസ്.
ചെറുപ്പക്കാരനാ, കഴിവുള്ളവനാ. നയമെല്ലാം ഒരുപക്ഷെ ഈ പറയുന്ന സുഡാപ്പികളെ സൂചിപ്പിക്കുന്ന പരിപാടികളായിരുന്നു കയ്യിലിരുന്നത്. പക്ഷെ ചെറുപ്പക്കാരോട് എടുക്കില്ല. എടുക്കില്ല. അതാണ് അവിടെ ഖാർഗയേക്കാൾ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ രാഹുൽ ഗാന്ധി അങ്ങോട്ട് സ്വീകരിക്കുള്ളൂ. കാരണം തനിക്ക് ഭീഷണിയാവരുത്. അതാണ് എനിക്ക് എന്റെ കസേര, അത്രേ ഉള്ളൂ. അല്ലാതെ പാർട്ടി നശിച്ചു പോയാലും രാഹുൽ ഗാന്ധി പ്രശ്നമില്ല. ഒരു ചെറുപ്പക്കാരനും പുതുതായിട്ട് ഒരാൾ ഈ കണ്ണൻ ഗോവിന്ദനാണ് എനിക്കൊന്ന് ഏറ്റവും അവസരം വന്നത്. അല്ലാതെ ഒരു ചെറുപ്പക്കാരും ഇപ്പൊ പാർട്ടിയിലേക്ക് വരുന്നില്ല. കാരണം ഇവരൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ ബി ജെ പിയിലേക്ക്. നമ്മുടെ അണ്ണാമലൈ വന്നു, അദ്ദേഹം അതേ ദേശീയതയുള്ള പുതിയൊരു പാർട്ടി ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷേ ചെറുപ്പക്കാരൊന്നും കോൺഗ്രസിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഇല്ല, കോൺഗ്രസിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഭാവിയില്ല. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അവർക്കും എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ള ആഗ്രഹത്തിലാണല്ലോ അവർ ചെല്ലുന്നത്. ബി ജെ പിയിലേക്ക് നോക്കൂ. ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റിനെ കുറിച്ച് ഈ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതിന്റെ തലേ ദിവസം വരെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങേര് വളരെ ക്വയറ്റ് ആയിട്ട്, എനിക്ക് വേണം ബീഹാറിലായിരുന്നു തോന്നുന്നു, ബീഹാറിൽ വളരെ ക്വയറ്റ് ആയിട്ട് പ്രവർത്തിച്ചു വന്ന ഒരു ലോക്കൽ നേതാവാണ്, പ്രാദേശിക നേതാവാണ്. പക്ഷെ ഇവര് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞു, പിടിച്ച് പ്രസിഡന്റാക്കി, ദേശീയ പ്രസിഡന്റാക്കി. പിന്നെ അതിനകത്ത് വേറെ ചില ഇതുമൊക്കെ ഉണ്ട്. അത് പക്ഷെ അതെല്ലാം രാഷ്ട്രീയത്തിലുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത് അവിടെ ഗ്രൂപ്പില്ല, അവിടെ മറ്റ് കൺസിഡറേഷൻസ് ഒന്നുമില്ല, അല്ലേ? പിന്നെ ഈ പെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യം ഒന്നുമില്ല. പെട്ടിപിടുത്തക്കാരുടെ ഒരു പാർട്ടിയേ അല്ല ബി ജെ പി. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിക്ക് ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതിന് പ്രധാന കാരണം ജനങ്ങളുമായിട്ട് ബന്ധമുള്ളവർക്ക് അധികാരം വരുന്നു. അപ്പോൾ അവർക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. ഇവിടെ ജനങ്ങളുമായിട്ട് ബന്ധമുള്ളവർക്കൊന്നും ഒരു റോളുമില്ല. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിക്ക് എന്താണ് രാഷ്ട്രീയം? അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ മകനാണെന്നുള്ളതിൽ കൂടുതൽ എന്ത് യോഗ്യതയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്? അത് ചിന്തിച്ചാ പോരെ? ഒന്നുമില്ല. ഞാനും എന്റെ മക്കളും ഇത് തന്നെ പണ്ട് മുതൽ. ഇപ്പൊ എങ്ങനെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് മാറ്റാമെന്ന് മമതയടക്കം ആലോചിച്ചു. മമത, അഖിലേഷ് യാദവ്, തേജസ്വി ഇവരാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ രാഹുലിനെ അവിടെ നിന്ന് മാറ്റാമെന്ന്. കാരണം അല്ലാതെ നമ്മുടെ പിണറായി വിജയൻ പോലും, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞു കഴിഞ്ഞു, രാഹുൽ ശരിയല്ല, എന്നെ കെട്ടിപ്പിടിച്ചില്ല, മോദിയെ കെട്ടിപ്പിടിക്കുന്ന രാഹുൽ എന്നെ കെട്ടിപ്പിടിക്കാൻ വന്നില്ല. അപ്പൊ രാഹുൽ പറഞ്ഞത് പിണറായി വിജയനെ കെട്ടിപ്പിടിച്ചാൽ കേരളത്തിലെ ഇക്വേഷൻ പോകുന്നു. പക്ഷെ പിണറായിക്ക് അത് കൊണ്ടു അല്ലേ? അത് ഇത് തന്നെ തട്ടിപ്പല്ലേ. ഈ കേരളത്തിന്റെ എന്താണ് അതിർത്തി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് പിടിക്കുന്നത്. പഴയ ഇന്ത്യ മുന്നണി. എന്തൊരു തട്ടിപ്പായത് അല്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ പരസ്പരം തെറി വിളിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പല ഇതുണ്ട്. ഇവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ്. ജനങ്ങളെ ഇനി പറ്റിക്കാൻ സാധിക്കില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധി വെച്ചുകൊണ്ട് ഈ കച്ചവടം മുന്നോട്ട് പോയില്ലെന്ന് ബോധമുള്ളവരൊക്കെ കുറെ കാലമായിട്ട് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ തട്ടിപ്പായിരുന്നു ഈ SIR വോട്ട് ചോരി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു എപ്പിസോഡിൽ വിശദമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അത് വെറും തട്ടിപ്പാ. രാഹുൽ ഗാന്ധിയുടെ സ്വന്തം പരാജയം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണിത്. തോൽക്കുന്നിടത്തെല്ലാം നരേന്ദ്രമോദി വോട്ട് മറിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ എങ്ങനെയാണ് ജയിച്ചത്? അല്ല, കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ BJP എങ്ങനെ തോറ്റത്? ഹിമാചൽ പ്രദേശിൽ എങ്ങനെയാണ് കോൺഗ്രസ് ജയിച്ചത്? അവിടെ ഒന്നും പ്രശ്നമില്ല. അവിടെയൊക്കെ EVM വളരെ മതേതരമാണ്, ബാക്കിയെല്ലാം ഫാഷിസ്റ്റ് EVM ആണ്. ജയിക്കുന്നിടത്തൊക്കെ മതേതര EVM, ജനാധിപത്യ EVM. പക്ഷെ തോൽക്കുന്നിടത്ത് വന്നു കഴിയുമ്പോൾ ഫാഷിസ്റ്റ് EVM, കാവി EVM. അതിനെല്ലാം ഇങ്ങനെ ഇവരെ ഭ്രാന്തി പിടിപ്പിക്കുന്നത് ഞാൻ പറയുന്ന ഈ ഒരു ഇസ്ലാമിസ്റ്റ് ബുദ്ധി കേന്ദ്രങ്ങളുണ്ട്, ഇസ്ലാമിസ്റ്റ് തിങ്ക് ടാങ്ക് ഉണ്ട് നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ളവർ. കാരണം കോൺഗ്രസ് ഈ രാഹുൽ ഗാന്ധിയായിട്ട് അടുത്ത് നിൽക്കുന്ന മഹാഭൂരിപക്ഷ ആളുകളും ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ്സുകാരാ. കേരളത്തിലെ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റ് തിങ്ക് ടാങ്കിന്റെ അവരുടെ ഇരകളാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ, ഈ MP-മാർ ഉൾപ്പെടെയുള്ളവര്. ഇവരെല്ലാം ഇതാ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി മീഡിയ വണ്ണും സ്ഥിരമായിട്ട് അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്നത് എന്താ? ഈ പറയുന്നതല്ലേ, ഇവർക്ക് നാണമില്ല. എങ്ങനെയാണെങ്കിലും മീഡിയ വണ്ണെങ്കിലും ചർച്ച ചെയ്യേണ്ടതല്ലേ? ഒരു സ്വതന്ത്ര മാധ്യമമാണ്, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കാണുന്നവരാണെങ്കിൽ അവർ ചർച്ച ചെയ്യേണ്ടതല്ലേ? എങ്ങനെയാണ് അപ്പൊ കേരളത്തില് BJP തോറ്റത്? അല്ലെങ്കിൽ BJPക്ക് വളരെയധികം ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കർണാടകത്തിൽ BJP എല്ലാ കളിയും കളിച്ചത് BJP ജയിക്കാനായിട്ട്. തോറ്റില്ല അസംബ്ലി ഇലക്ഷനിൽ. എങ്ങനെ BJP തോറ്റു? പഞ്ചാബിൽ എങ്ങനെ BJP തോറ്റു? പഞ്ചാബിലൊക്കെ BJPക്ക് വേണമെങ്കിൽ അട്ടിമറിച്ച് ജയിക്കാവുന്നതല്ലേ ഉള്ളൂ, അല്ലേ? പഞ്ചാബ് ജയിക്കേണ്ടത് BJP സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. പക്ഷെ എങ്ങനെ തോൽക്കുന്നു? അപ്പൊ ഈ EVM എന്ന് പറയുന്നതിലെ തട്ടിപ്പിന്റെ സത്യാവസ്ഥ എന്ന് മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന മതേതര മാധ്യമങ്ങൾ അവർ ചിന്തിക്കില്ല. കാരണം അവർക്കും അറിയാം EVM എന്ന് പറയുന്നത് വെറും ഈ പറയുന്നത് പോലെയുള്ള ഈ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക്
ക്ഷീണം വരാതിരിക്കാനായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. രാഹുൽ ഗാന്ധിയുടെ നേരെ വരുന്ന ആരോപണങ്ങൾ, ലോകത്തിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടേണ്ട ആളാണ് രാഹുൽ ഗാന്ധി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടുള്ള നേതാവ് ആരാണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ആയിരിക്കും നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ. ആ ഒരു ചീത്തപ്പേര് ഡിഫ്ലക്ട് ചെയ്ത് കളയാനായിട്ട് വേണ്ടിയുള്ള ഒരു തട്ടിപ്പ് മാത്രമാണ് EVM എന്നിപ്പോൾ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും. അതാണ് സംഭവിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് വേറെ എന്തെങ്കിലും ഒരു പണി ശുപാർശ ചെയ്യാമോ? എന്തെങ്കിലും ഒരു ജോലി ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ? രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ വന്നാൽ മതി. കേരളത്തിൽ ധാരാളം പണി രാഹുൽ ഗാന്ധിക്കുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലം ഇനി കേരളമാണ്. അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നാട് വിട്ടു പോയിക്കൊള്ളുക. പക്ഷെ രാഹുൽ ഗാന്ധി മാറ്റാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞാൽ ഇനി പ്രിയങ്ക ആയിരിക്കും വരുന്നത്. ഈ ഗാന്ധി കുടുംബത്തിൽ നിന്ന് സാധനം കൈവിട്ട് പോകാനായിട്ട് വീണ്ടും പറയുന്നു, മുസ്ലിം ലീഗ് അനുവദിക്കില്ല. ഗാന്ധി കുടുംബത്തിന്റെ കയ്യിൽ തന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഇരിക്കണമെന്നുള്ളത് മുസ്ലിം ലീഗിന്റെ അജണ്ടയാണ്. കോൺഗ്രസിനെ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. കേന്ദ്രത്തിൽ തന്നെ കോൺഗ്രസിലെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ് അദൃശ്യമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. കേട്ട് കഴിഞ്ഞാൽ പലരും കുറ്റം പറയുമായിരിക്കും, ലീഗാണോ, ലീഗിന്റെ കാര്യം നോക്കാൻ സമയമില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ തട്ടിപ്പാണ്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇവർ രണ്ടുപേരും ലീഗിന്റെ കയ്യിലെ കളിപ്പാവകളാണ്. അതെല്ലാം ഇപ്പൊ ഈ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയതെന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. ആരാണ് വയനാട്ടിൽ ബോർഡ് വെച്ചത്, ഇനി വയനാട്ടിലേക്ക് വരണ്ട, നിങ്ങൾ ജയിക്കില്ല എന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചത് എന്തിനാ? രാഹുലിനും പ്രിയങ്കയ്ക്കും കണ്ടാൽ മനസ്സിലാകാൻ വേണ്ടി, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചാൽ പോരെ. ഇംഗ്ലീഷിൽ എഴുതി ബോർഡ് വെച്ചത് മുസ്ലിം ലീഗ് അല്ലേ? എത്രമാത്രം അവര് ലീഗിന്റെ കയ്യിലെ കളിപ്പാവകളാണെന്നുള്ളത് ഈ സതീശന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും മനസ്സിലാകുക. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എവിടെ മത്സരിക്കണം, അവരെന്ത് നയങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിന്റെ കയ്യിൽ ഇവര് കളിപ്പാവകളായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് രക്ഷപ്പെടില്ല. കോൺഗ്രസ് രക്ഷപ്പെടണമെന്ന് ലീഗിന് ആവശ്യവുമില്ല. ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസ് വേണം രക്ഷപ്പെട്ടാൽ മതി. അതാണ് ലീഗ്. പിന്നെ കോൺഗ്രസിനെ രക്ഷിക്കാനാണെങ്കിൽ പിന്നെ ലീഗ് കോൺഗ്രസിലേക്ക് ലയിച്ചാൽ പോരെ, അല്ലേ? അപ്പൊ കഴിയുന്നത്ര ഈ കോൺഗ്രസിനെ വെച്ച് മുതലെടുക്കുക, കേരളത്തിൽ മുതലെടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് കോൺഗ്രസ് നശിച്ചോടെ അവർ വേറെ ആളുകളുടെ കൂടെ, അവർക്ക് ഇപ്പൊ CPM-ന്റെ കൂടെ പോകാനായിട്ട് അവർക്ക് എന്തെങ്കിലും തടസ്സമുണ്ട്? തമിഴ്നാട്ടില് ഒരുമിച്ചല്ലേ വിജയം? നേരെ മറുകണ്ഠം. പിന്നെ അതിനൊന്നും ഇവർക്ക് ഈ പറയുന്ന ആദർശത്തിന്റെ കെട്ടുപാടുകളൊന്നുമില്ല. കോൺഗ്രസിനെ കഴിയുന്നത്ര ഊറ്റുക. കാരണം വേറൊരു കാര്യമുണ്ട്, കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ മലബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഴുവൻ മുസ്ലിം ലീഗിന്റെ ആളുകളൊക്കെ തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ബോധമുള്ള കോൺഗ്രസ്സുകാരൊക്കെ വിട്ടുപോയി. ബോധമുള്ള കോൺഗ്രസ്സുകാരൊക്കെ വേറെ വഴി പോയി. ഇപ്പം കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലങ്ങൾ തന്നെ നോക്കിക്കോ. കോഴിക്കോടായാലും വടകര ആയാലും, ഈ വടകര ഷാഫി പറമ്പിന് വേണ്ടി ഈ ഗോകുവെ വിളിക്കുന്ന ആരാ? കോൺഗ്രസിന്റെ പതാകയൊക്കെ വീശുന്നത് മുസ്ലിം ലീഗുകാരാണ്, അവരുടെ അണികൾ തന്നെയാ. അത് പോരാളികൾ മൊത്തം ലീഗുകാരാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങേരുടെ പുറകെ നടക്കുന്ന ആരാ? കാസർഗോഡ് കോൺഗ്രസിന്റെ സീറ്റാണ്. അതൊക്കെ നോക്കൂ. കോൺഗ്രസിന്റെ ഏറ്റവും എത്ര നാണം കെട്ട പരിപാടിയാണ് നോക്കൂ. കോൺഗ്രസിന്റെ ആളുകൾ വോട്ടിന് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യും എന്നുള്ളതിന്റെ ലക്ഷണമാണ്. നോക്കൂ, ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ കുരു തൊട്ടി ചെന്നെന്ന് പറഞ്ഞ ഏതെങ്കിലും മുസ്ലിം അയാളെ കാസർഗോഡ് വെച്ച് തല്ലിക്കൊല്ലുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയൊന്നും അവര് ആ നാട്ടുകാർ ചെയ്യില്ല. അവിടെ കുറി തൊട്ട ആളുകളൊക്കെ, അമ്പലത്തിൽ പോകുന്ന ആളുകൾ, അവിടെ ഇപ്പോഴും അമ്പലമൊക്കെ ഇല്ലേ, അമ്പലത്തിൽ പോകുന്ന ആളുകൾ കുറി തൊട്ടല്ലേ നടക്കുന്നത്. മുസ്ലിങ്ങൾ ആരെങ്കിലും പോയി അവരെ തല്ലിക്കൊല്ലുന്നുണ്ടോ? നമ്മൾ ആ രീതിയിൽ അതിനെ കാണാൻ പാടില്ല. പക്ഷെ ഇവരെ പ്രീണിപ്പിക്കാനായിട്ട് എത്രമാത്രം വ്യഗ്രതയോടെയാണ് ഉണ്ണിത്താൻ നടന്നതെന്നുള്ളതിന്, അല്ലെങ്കിൽ ഒരു ശരാശരി കോൺഗ്രസ്സുകാരൻ നടക്കുന്നത് മുസ്ലിമുകളെ പ്രീണിപ്പിക്കാൻ എന്നുള്ളതിന്റെ ലക്ഷണമാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, എനിക്ക് വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ അവിടെ കറക്കും, അലർജി വരും. ഈ നോമിനേഷൻ 2019 ഇലക്ഷന് നോമിനേഷൻ കൊടുക്കുന്നത് വരെ വെയിലും കുറിയും ഒന്നും ഉണ്ടായിരുന്നില്ലേ? അതുവരെ പുള്ളി കുറി തൊട്ടാണല്ലോ നടന്നിരുന്നത്, അല്ലെ? ശരി, ഇനിയിപ്പോ വെയിൽ കൊണ്ടാൽ കറക്കുന്നതാണ്. വീടിനകത്തിരുന്നും ഡൽഹിയിലെ MP-യുടെ ഓഫീസിലിരുന്നും എല്ലാം എത്രയോ ഇന്റർവ്യൂസ് മൂപ്പര് കൊടുത്തിരിക്കുന്നു. വീട്ടിനകത്തിരിക്കുക, വീട്ടിനകത്ത് കുറി തൊട്ടിട്ടില്ലല്ലോ, വീടിനകത്ത് വെയിലുണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് അവിടെ. ഞാൻ കാസർഗോഡ് MP ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇനി കുറി തൊടില്ല എന്നുള്ളതാണ് മൂപ്പരുടെ. ഇനിയിപ്പോ എല്ലാ പണിയും അവസാനിപ്പിച്ച് കൊല്ലത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മൂപ്പര് ഇനിയും കുറി തൊട്ടിറങ്ങും. ഇത് തന്നെയുള്ളൂ. ഇത് ഞാൻ പറയുന്നത് അതാണ്. നമ്മളപ്പോ പൂർണ്ണമായിട്ടും മുസ്ലിമുകളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അവിടെ കുറി തൊട്ടെന്ന് പറഞ്ഞ് മുസ്ലിം വോട്ട് ചെയ്യാതിരിക്കൊന്നുമില്ല. കുറി തൊട്ട കരുണാകരനും കരുണാകരനും മുസ്ലിം വോട്ട് ചെയ്തിട്ടില്ലേ? അതൊക്കെ ഉണ്ട്. അവര് മുസ്ലിമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ പറയുന്ന കുറിയും അതൊന്നും ഒന്നല്ല, അതിനൊക്കെ അപ്പുറമാണ് അവരുടെ ലക്ഷ്യം.
മനസ്സിലായോ? കുറിയൊക്കെ തൊട്ടാൽ അവർ വോട്ട് ചെയ്യും. അവർക്ക് അവരുടെ ചില ലക്ഷ്യങ്ങളുണ്ട്, അത് പൂർത്തീകരിക്കണം. പക്ഷേ കോൺഗ്രസ് കാണിക്കുന്നത് ഈ മുസ്ലിമുകളെ, ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാനായിട്ട് എത്രമാത്രം അവരെ ഏത് നിലയിലേക്ക് താഴും എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കുറി മായ്ക്കൽ. അത് മുസ്ലിങ്ങൾ പറഞ്ഞിട്ടൊന്നും അല്ല, അവർ തന്നെ കൂടുതൽ മതേതരത്വം കാണിക്കാൻ വേണ്ടി പോയി ചെയ്യുന്നതാണ്, കോൺഗ്രസ്സുകാർ തന്നെ ചെയ്യുന്നത്. അതൊക്കെ ഇനിയും ചെയ്യും. പക്ഷെ ഈ കോൺഗ്രസിന്റെ മനസ്സിലുണ്ടങ്ങ് വഴങ്ങി കൊടുത്തേക്കാ, കാരണം അവര് ഇങ്ങോട്ട് പറയുന്നവർക്ക് അങ്ങ് വഴങ്ങി കൊടുക്കും, വഴങ്ങിയും കാണിച്ചു കൊടുക്കും അല്ലേ? ഉണ്ണിത്താനെ സംബന്ധിച്ച് അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു. ഉണ്ണിത്താനെ ചവിട്ടി ഒതുക്കി തോൽക്കുന്ന സീറ്റിൽ മാത്രം മത്സരിപ്പിച്ച്, കുണ്ടറ മത്സരിപ്പിച്ച്, മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ മത്സരിപ്പിച്ച് തോറ്റു. തലശ്ശേരി കൊണ്ടുപോയി കോടിയേരിക്ക് മുന്നിൽ കൊണ്ടുപോയി രക്തസാക്ഷിയാക്കി. ഉണ്ണിത്താനെ സംബന്ധിച്ച് അവസാനത്തെ ഒരു ചാൻസ് ആയിരുന്നു രക്ഷപ്പെടാനായിട്ട്. അതുകൊണ്ട് എന്തിനും അല്ലേ, ഉണ്ണിത്താനോട് രക്ഷകർ കാസർഗോഡ് ഇറങ്ങി. രക്ഷകരായ ലീഗുകാർ. അതാണ് ഇപ്പോഴും ലീഗ് തന്നെയാണല്ലോ ഉണ്ണിത്താനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതിലൊന്നും തെറ്റൊന്നുമില്ല കേട്ടോ. ഉണ്ണിത്താൻ അവിടെ നല്ല MP ആണെന്നൊക്കെ ആളുകളൊക്കെ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ രീതിയിൽ, ഇപ്പൊ താങ്കൾ കുറിമാച്ച കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ, കോൺഗ്രസ് ഈ ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി എത്രമാത്രം തരം താഴുന്ന പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ളത് അത് മുസ്ലിം പറഞ്ഞിട്ടൊന്നും അല്ല, അത് കോൺഗ്രസ്സുകാർ നേരിട്ട് ഇറങ്ങി മതേതരന്മാരാവാൻ വേണ്ടി. കുറി മാച്ചാൽ മതേതരനാവുമല്ലോ, തൊപ്പി വെച്ച് കഴിഞ്ഞാലും മതേതരനാവും, കുറി മാച്ചാലും മതേതരനാവും. അതാണ് കേരളത്തിലെ ഒരു ട്രെൻഡ്, അത് അവര് ചെയ്തു. ഞാൻ ഈ അവസാനമായിട്ടും ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി പ്രചരണ സമയത്ത് വന്നിട്ട് കേരളത്തിന് വേണ്ടത് ഒരു വനിതാ മുഖ്യമന്ത്രിയാണെന്ന് അടിയടിച്ചിട്ട് പോയി. ശരിക്കും അതിന്റെ പേരിൽ പ്രിയങ്ക അല്ലായിരുന്നു, പ്രിയങ്കയെ ഒതുക്കാനല്ലായിരുന്നു ഒരു, കാരണം എങ്ങനെ ഒരു ചാൻസ് കിട്ടിയ പ്രിയങ്കയെ പിടിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി അങ്ങ് പ്രശ്നം ശല്യം അങ്ങ് തീർക്കാൻ കരുതിയാണോ? അതാണോ? അത് രാഹുൽ ഗാന്ധി ഈ അസംബ്ലി ഇലക്ഷന്റെ സമയത്ത് വനിതാ മുഖ്യമന്ത്രി വേണം എന്ന് പറഞ്ഞിരുന്നു, അതോ വനിതാ മുഖ്യമന്ത്രി, എനിക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിന് വേണ്ടത് വനിതാ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞത് ഒരുപക്ഷെ പിണറായി വിജയൻ തന്നെ മൂന്നാമതും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് CPM ഉയർത്തി കാണിച്ചല്ലോ പിണറായി വിജയനെ. അതായിരുന്നില്ല വേണ്ടിയിരുന്ന ശൈലജ ടീച്ചറിനെ പോലെ ഒരാളാണ്, CPM-ന്റെ വനിതാ ശാക്തീകരണമൊക്കെ വെറും തട്ടിപ്പാണ് എന്ന് കാണിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി പ്രയോഗിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ശൈലജ ടീച്ചർ ആയിരുന്നു CPM-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇത്രയും മോശമായ ഒരു പരാജയത്തിലേക്ക് CPM പോവില്ല. കാരണം ഇത്തവണത്തെ കോൺഗ്രസ് ജയിച്ചത് പിണറായി വിരുദ്ധത കൊണ്ടല്ല, കോൺഗ്രസ്സുകാരുടെ ഭംഗി കണ്ടിട്ടോ സതീശന്റെ പൂക്കി പുഞ്ചിരി കണ്ടിട്ടോ ഒന്നും അല്ല ആളുകൾ വോട്ട് ചെയ്തത്, അല്ലെ? പിണറായിയുടെ മുഖമായിരുന്നു ആളുകൾക്ക്. പോരെങ്കിൽ അവർ നാട് മുഴുവൻ ഇങ്ങനെ ഫ്ലെക്സും വെച്ചു. മനുഷ്യർ പോട്ടെ, എങ്ങനെ CPM-ന് വോട്ട് ചെയ്തേക്കാന്ന് വെച്ചാലും നോക്കുന്നത് ഈ പറയുന്ന പിശാച് പോലെയുള്ള മുഖത്തേക്കാണ്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? അങ്ങനെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ ആ പിണറായി വിരുദ്ധത ഉണ്ടായിരുന്നു. അപ്പോൾ ആ പിണറായി വിരുദ്ധത ഒന്നുകൂടെ ഒന്ന് ആളെ കത്തിക്കാൻ വേണ്ടി ആരോ പറഞ്ഞു കൊടുത്തൊരു ബുദ്ധിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയോട്. ഒരു വനിതാ മുഖ്യമന്ത്രി വരേണ്ട സമയത്തല്ല, KR ഗൗരിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ AKGയുടെ ഭാര്യ ഉണ്ടല്ലോ സുശീല ഗോപാലിന്റെ സമയത്താണെങ്കിലും എല്ലാം കൃത്യമായിട്ട് EMS വെട്ടിയതാണ് ഇവരെല്ലാം, അല്ലെ, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന്. അതുപോലെ തന്നെ ശൈലജ ടീച്ചറിനെ വെട്ടി. അപ്പോൾ CPM-ന് വനിതാ ശാക്തീകരണം ഒക്കെ വെറും തട്ടിപ്പാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് തന്നെ പാരയായി. കാരണം ഇവിടെ വനിതാ മുഖ്യമന്ത്രി അല്ല ഇവർ മുന്നോട്ട് വെച്ച, 3 പേരും പുരുഷന്മാരല്ലേ. അപ്പോ അതാണ് പറഞ്ഞത്, രാഹുൽ ഗാന്ധി ചിന്തയില്ല, ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് വെറുതെ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി പറയുന്നതെല്ലാം സെൽഫ് ഗോളാണ് തിരിച്ചു വരുന്നത്. അത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നില്ല, അത് മനസ്സിലാക്കാനുള്ള പക്വതയില്ല. അതുകൊണ്ടാണ് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും, അത് ഇവർ പറയും. വനിതാ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആദ്യം മുടക്കാൻ പോകുന്ന മുസ്ലിം ലീഗ് ആയിരിക്കും. കാരണം ഫാത്തിമ തേലിയ എനിക്ക് സത്യമായിട്ട് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ ഫാത്തിമ തേലിയ ജയിക്കുന്ന. കാരണം ഒരു കാലാകാലങ്ങളിൽ ഇവർ ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ സീറ്റുകളിൽ എത്ര ജയസാധ്യത ഉള്ള സീറ്റായാലും തോൽക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺസർവേറ്റീവ് മുസ്ലിംസ് ധാരാളം ഉണ്ട്, ഇവർക്ക് വോട്ട് ചെയ്യില്ല, അവരും സ്ത്രീകൾക്ക് വോട്ട് ചെയ്യില്ല. അങ്ങനെ ഒരു ഇതുണ്ട്, സ്ത്രീകൾ അധികാരത്തിലേക്ക് വരാതിരിക്കും. പക്ഷെ ഒരു സാധാരണ CP രാമകൃഷ്ണനെതിരെ ഒരു സാധാരണ ഒരു പ്രചാരണത്തിലെ അനൗൺസ്മെന്റിൽ ഒരു പ്രശ്നം വന്ന അങ്ങനെയാണല്ലോ ഫാത്തിമ ഒന്ന് സഹതാപം കൊണ്ടൊന്ന് ഉയർന്നു വരുന്നത്. മാത്രമല്ല പിണറായി വിരുദ്ധത. അവർക്ക് ഇത്തവണ ആരെ പിടിച്ചു നിർത്തിയാലും, ആരെ കൊണ്ടുവന്ന് നിർത്തിയാലും, വീരപ്പനെ പിടിച്ചു നിർത്തിയാലും കേരളത്തിൽ ജയിക്കുമായിരുന്നു UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട്. ആ ഒരു സ്ഥിതിയായിരുന്നു. കാരണം പിണറായി വിരുദ്ധത അത്രമാത്രം. ഞാൻ അതാണ് പറഞ്ഞത്, ശൈലജ ടീച്ചർ ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഈ പിണറായി വിരുദ്ധത എന്തായാലും അയാൾ ഒഴിഞ്ഞു പോയല്ലോ,
എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അവര് തുടർഭരണത്തിന് വരെയുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസിന് ഒരു കഴിവ്, കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടൊന്നും അല്ല ആര് വോട്ട് ചെയ്ത്, പിണറായി വിരുദ്ധതയായിരുന്നു. ഒരുപക്ഷെ CPM തുടർഭരണം വരെ, പക്ഷെ അവര് പിണറായിയുടെ ഇന്നും അവർക്ക് ഇത് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിൽ. നമുക്ക് കാണാം, വീണ്ടും നമുക്ക് മറ്റു വിഷയങ്ങളുമായി നമ്മൾ പ്രേക്ഷകരുമായി സജീവമായി നമുക്ക് ചർച്ചകളിൽ പങ്കെടുക്കാം. തീർച്ചയായിട്ടും വലിയ ഉപകാരം. താങ്ക് യു.